ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്നോടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. തേൻ നിലാവ് അല്ലെങ്കിൽ തേൻ മിഠായി എന്ന് പറയും. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരീനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് ഉഴുന്നും പരിപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതിനെ നന്നായി കുതിർത്തണം. നമുക്ക് അല്ലേ, നന്നായി മിക്സ് ചെയ്തിട്ട് അതിനെ ഒരു 1.5 മണിക്കൂർ, ഏകദേശം 1.5 മണിക്കൂർ അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ അത് നന്നായി ഒന്ന് കുതിർന്ന് കിട്ടുള്ളൂ. ഇതിന് നമ്മൾ 1.5 മണിക്കൂർ വെച്ചു. അപ്പൊ അത് നന്നായി കുതിർന്ന് കിട്ടും. അപ്പൊ കണ്ടില്ലേ, നന്നായി കുതിർന്ന് കിട്ടി. അതിനെ ഞാനൊരു കുറേ പ്രാവശ്യം നന്നായി കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതിനെ നമുക്കൊന്നൊരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഇപ്പം ഇത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇഡ്ഡലി മാവില്ലേ, ഇഡ്ഡലി മാവിൻ്റെ ബാക്കി കൊണ്ടും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഡ്ഡലി മാവ് എടുത്തിട്ട് ഇത് ഉണ്ടാക്കാം. ഇപ്പം ഞാനിത് എങ്ങനെയാണ് പച്ചരിയും അതുപോലെ ഉഴുന്നും പരിപ്പ് എടുക്കുന്നതെന്നൊക്കെയാണ് കാണിച്ചത്. ഇനി അതിനെ നന്നായി അരച്ചെടുക്കാം. വീട്ടിൽ നമ്മളിപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന കുറച്ച് മാവ് കൊണ്ടും നമുക്ക് ഈ തേൻനിലാവ് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. ഇപ്പം നന്നായി അരഞ്ഞ് കിട്ടി. കണ്ടില്ലേ, നന്നായി അരഞ്ഞു കിട്ടി. അരി മുഴുന്നൊക്കെ നന്നായി അരഞ്ഞു കിട്ടി. ഇനി അതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമായിച്ച എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതും എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ. ഇപ്പൊ കണ്ടില്ലേ, നന്നായി അരഞ്ഞിട്ടുള്ള ആ മാവിനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി. ഇനി നമ്മുടെ തേൻ നിലാവിന് നല്ല അടിപൊളി കളർ വരണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇവിടെ ഒരു ഓറഞ്ച് റെഡ് കളറായിട്ടുള്ള ഫുഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1 നുള്ള ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഫുഡ് കളറൊക്കെ ചേർക്കുമ്പോൾ ഒരുമിച്ച് കൂടുതൽ ഇടാണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അത്രേ വേണ്ടോ. എന്താ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കളർ മാത്രം മതി, അധികം കളറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള കളർ മതി. ഇനി ഇതേ രണ്ടാമത്തെ 1 നുള്ളു കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിംഗ് തരുന്ന ഒരു സ്വീറ്റാണ് ഇത്, ഈ തേൻനിലാവ്. എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു സ്വീറ്റ് അല്ലേ തേൻനിലാവ്. ചിലവരതിനെ തേൻ മിഠായി എന്നും പറയും. അതിൻ്റെ കളറും അതൊക്കെയാണ് അതിൻ്റെ ഭംഗി ശരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനിയിപ്പോൾ അത് നമ്മുടെ മാവ് തയ്യാറായി. അതിലേക്ക് ഒരു 2 നുള്ള ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 2 നുള്ള ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ ഈ മാവ് നല്ലൊരു ഫ്ലഫി ആയിട്ട് കിട്ടും. എല്ലാ ഭാഗത്തേക്കും നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മുടെ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഇതിനെ ഒന്ന് വറുത്തെടുക്കുന്നത്. ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കുകയാണ് വേണ്ടത് സൺഫ്ലവർ ഓയിലിലെ. അപ്പം നമ്മൾ പാൻ ചൂടായപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് നന്നായി ചൂടായവണ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടില്ലേ, ഓയിൽ നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് സ്പൂണ് വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. സ്പൂണ് വെച്ചിട്ട് അതിലേക്ക് ഈ മാവിനെ ഇത്തിരീശായിട്ടൊന്ന് കോരി ഒഴിക്കുക. കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ ഈ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ടുള്ള കാരണം ഇത് നന്നായി വീർത്ത് വരികയാണ് ചെയ്യുക. അപ്പം നമ്മൾ കുഞ്ഞിതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പമായിട്ട് വരും. കണ്ടില്ലേ, ബോൾ ഷേപ്പിലുള്ള ഉണ്ടകളായിട്ട് അതിങ്ങനെ വരികയാണ് ചെയ്യുക. നമ്മുടെ മാവ് ഇങ്ങനെ ബോൾ ഷേപ്പിലായിട്ട് വരികയാണ് ചെയ്യുക. സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ എളുപ്പത്തിൽ അതിൻ്റെ അതേ ഷേപ്പിൽ കിട്ടും. ഇപ്പം ഈ സൈഡിലൊക്കെ ഇങ്ങനെ മാവ് ഇതായിട്ട് കിടക്കും. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റാം. ഇതൊന്ന് നമ്മൾ ബോള് പോലുള്ള ഷേപ്പുള്ളതിനെ മാത്രം സെലക്ട് ചെയ്താൽ മതി. കണ്ടില്ലേ, അപ്പം അത് നന്നായി ഇങ്ങനെ ബോൾ ഷേപ്പായിട്ട് വരുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ. സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ഷേപ്പിലായിട്ട് തന്നെ ഈ തേൻനിലാവിനെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ബോളുകൾ ഒറ്റ പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ എണ്ണ ആവുമ്പോൾ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും
ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പം അതിൻ്റെ ആ നിറമൊക്കെ ഏകദേശം കണ്ടില്ലേ തെളിഞ്ഞ് വരണത്. നമ്മുടെ ഫുഡ് കളറിൻ്റെ നിറം തെളിഞ്ഞ് വരുന്നത് നന്നായിട്ട്. നല്ല ഓറഞ്ച് കളറായിട്ടുള്ള നമ്മുടെ ബോളുകൾ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി ഒന്നിങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇനി അതിനെ നമുക്കൊന്നിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായി ഇളക്കി കൊടുക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു സ്വീറ്റ് അല്ലേ തേൻനിലാവ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണിത്. എല്ലാവരും എന്തായാലും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കി നോക്കൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. ഇത്രയും ചേരുവകൾ മാത്രം മതി. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഇത് ഏകദേശം നന്നായി ഒന്ന് മൊരിഞ്ഞു വന്നു. ഇനി അതിനെ നമുക്കൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ചെറിയ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ സ്പൂൺ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. എന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കി നോക്കും. നമ്മളിപ്പോൾ ഈ പുറമെന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു സ്വീറ്റ് അല്ലേ ഇത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിരുന്നു ഇത്. ഇപ്പോഴും ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ എന്തായാലും. ഇപ്പം ഇതും നന്നായി ഇങ്ങനെ വറുത്ത് കോരുക. നമ്മൾ അധികം മൊരിയേണ്ട ആവശ്യമില്ല. ഒരാവശ്യത്തിന് പാകമാകുമ്പോൾ നമ്മൾ അതിനെ വറുത്ത് കോരുക. എല്ലാ ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിനെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് അതിനെ കോരിയെടുക്കുക. ഓയിലിൽ നിന്ന് അതിനെ കോരി എടുത്തിട്ട് നമുക്കതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ മാറ്റി വെക്കണം. കണ്ടില്ലേ, എല്ലാത്തിനും നമ്മൾ അതിലേക്ക് നന്നായി കോരിയിട്ട് കൊടുക്കുക. എന്തായാലും അതിന്റെ കളർ, ആ ഓറഞ്ച് കളർ കണ്ടാൽ തന്നെ എന്താ ഭംഗി, നല്ല രസമല്ലേ. ഇപ്പൊ നമ്മളെല്ലാതും അങ്ങനെ വറുത്ത് കോരി ഇപ്പൊ കണ്ടില്ലേ നല്ല ബോൾ ഷേപ്പിലുള്ളതായിട്ട് വന്നു. ഇങ്ങനെ ഈ പുറം ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന മാവിന്റെ കഷ്ണങ്ങളില്ലേ, അതിനെയൊക്കെ ഒന്ന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കളയാം. കണ്ടില്ലേ, അങ്ങനെ പൊട്ടിച്ച് കളയണം. അപ്പം നമ്മുടെ ബോളുകളെല്ലാതും ഒരു ഏകദേശ ഷേപ്പിൽ നമുക്ക് കിട്ടി. കണ്ടില്ലേ, ഇതേപോലെയായി. ഇനി നമ്മൾ പഞ്ചസാരപ്പാനി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായി അലിയിപ്പിക്കണം. അതിനെ ഈ പഞ്ചസാരയും വെള്ളവും എല്ലാം കൂടി ചേർന്നിട്ട് നന്നായി അതൊന്ന് അലിഞ്ഞു വരും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കതിനെ അലിയിപ്പിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി അലിയിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായി ഇളക്കി യോജിപ്പിക്കണം. പഞ്ചസാരപ്പാനിയിലാണ് നമ്മുടെ ഈ തേൻനിലാവിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. പഞ്ചസാരപ്പാനിയുടെ അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ വേണം. അപ്പം ഇതിനെ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചു. കണ്ടില്ലേ, പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം നന്നായി അലിഞ്ഞു തുടങ്ങി. ഏകദേശം ഈ പരുവാകുമ്പോൾ നമ്മുടെ പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ബോളുകൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ മാവ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ബോളുകൾ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മുടെ തേൻനിലാവിൻ്റെ ബോളാണിത്. അതിനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പഞ്ചസാരപ്പാനിയിൽ ഇത് ഇങ്ങനെ കിടന്ന് നന്നായി ഒന്ന് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലാവണം. അപ്പം അതിനെ നന്നായി എല്ലാ ഭാഗത്തേക്കും യോജിപ്പിക്കുക. ഇനി ഇതിലുള്ള ഈ പഞ്ചസാരപ്പാനി നമ്മുടെ ഈ ബോളിൻ്റെ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങി വരണം. എല്ലാ ഭാഗത്തേക്കും നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായിച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്തോളോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്കും ചെയ്തോളോ, ഫോളോയും ചെയ്തോളോ കേട്ടോ. ഇപ്പം കണ്ടില്ലേ, അത് നന്നായി തിളച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിനെ ഒരു 2 മണിക്കൂർ അതിൽ തന്നെ ഇട്ട് വയ്ക്കുക. അപ്പോൾ കണ്ടില്ലേ, 2 മണിക്കൂർ നമ്മൾ ആ പഞ്ചസാരപ്പാനിയിൽ ഇട്ട് വെച്ചതിനെ വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിരിക്കുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ കണ്ടില്ലേ, നന്നായി പഞ്ചസാരപ്പാനിയൊക്കെ ഈ ബൗളിലേക്ക് പിടിച്ചു.
നമ്മുടെ ഈ തേനിലാവിൻ്റെ ബൗളിലേക്ക് പഞ്ചസാര പാനിയൊക്കെ നന്നായി പിടിച്ചു. ഇനി ഇതിനെ നമുക്കൊന്ന് പഞ്ചസാരയിലൊന്ന് പുരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ തേനിലാവിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, പഞ്ചസാര പാനിയിൽ കിടന്ന് നന്നായി പഞ്ചസാര പിടിച്ചിട്ടുള്ള ഈ തേനിലാവിനെ നമ്മൾ ഈ പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ തേനിലാവ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തേനിലാവ്. എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു സ്വീറ്റാണിത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണിത്. ഇതിന്റെ ടേസ്റ്റ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ആർക്കും ഇതൊന്നും ഇഷ്ടമാവാണ്ടിരിക്കുന്ന ഒരു സ്വീറ്റ് അല്ല ഇത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള സ്വീറ്റാണിത്. നമുക്ക് വീട്ടിൽ തന്നെ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിനെ എല്ലാ ഭാഗത്തേക്കും നന്നായി യോജിപ്പിക്കാം. ഈ പഞ്ചസാരയിൽ ഇട്ടിട്ട് അതിനെ നന്നായി യോജിപ്പിച്ചു. നമ്മുടെ തേനിലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, സൂപ്പറായിട്ടുള്ള തേനിലാവാണിത്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, അതിൽ നിന്ന് പഞ്ചസാര പാനി ഒറ്റണത് കണ്ടില്ലേ? അപ്പം അതിങ്ങനെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ തേനിലാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ നല്ല നല്ല ഭംഗിയിലുള്ള തേനിലാവാണിത്. അതുപോലെ തന്നെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതിനെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി, കുട്ടികൾക്കും എല്ലാവർക്കും. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് തേനിലാവ് ഉണ്ടാക്കുക എന്ന്? അപ്പം ഞാൻ അതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്തോളൂ. അപ്പം നമുക്കിനി വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാതും നമ്മൾക്ക് കമൻ്റായിട്ട് എഴുതി അറിയിച്ചോളൂ. അപ്പോൾ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.